അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഫീഖ് നസറുള്ള ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീഖ്, ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണോ അർജുനെ കൊണ്ടുപോയത്? കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അർജുൻ ആയങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിലേക്കാണ് കൊണ്ടുപോയത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അവിടെ കണ്ണൂർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്. അവിടെ നിന്ന് കോടതിയുടെ നടപടികൾ കഴിഞ്ഞതിനു ശേഷം കോടതി റിമാൻഡ് ചെയ്താൽ മറ്റു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനാവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും. എറണാകുളം സ്പെഷ്യൽ അന്വേഷണ സംഘം എറണാകുളത്ത് തന്നെ ഈ കേസ് 3 കേസുകൾ നിലവിലുണ്ട്. ആ കേസുകളിലൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പൂർണ്ണമായും അർജുൻ ആയങ്കിയെ പൂട്ടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം വരുന്നത് അർജുൻ ആയങ്കിയെ സഹായിച്ച കൂട്ടാളികളെ പ്രത്യേക അന്വേഷണ സംഘം വളപട്ടണം പോലീസ് കൈമാറിയിട്ടുണ്ട്. 3 പേരെയാണ് കൈമാറിയത്. 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിൽ താമസിക്കാൻ സഹായിച്ചു, അതോടൊപ്പം തന്നെ രക്ഷപ്പെടാനുള്ള വാഹന സൗകര്യം ഒരുക്കി നൽകി എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഈ 8 പേരിൽ 3 പേരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വളപട്ടണം പോലീസ് കൈമാറിയിട്ടുള്ളത്. അഴീക്കോട് സ്വദേശികളായ ജിതിൻ, സുഭാഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്ത് കൈമാറിയത്. ഇവരുടെ അറസ്റ്റ് എറണാകുളത്ത് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം എത്തിച്ചതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നടപടിയാവും ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നതിന്റെ പേരിലാണ് അർജുൻ ആയങ്കിയുടെ സഹായികളെ, കൂട്ടാളികളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വളപട്ടണം പോലീസ് ഇപ്പോൾ 3 പേരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. അല്പസമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അർജുൻ ആയങ്കി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിലേക്ക് കോടതി അവധിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണോ അർജുനെ ഹാജരാക്കാൻ പോകുന്നത്? അവധിയായത് കാരണം തന്നെ മറ്റു കോടതി നടപടികളെ അത് ബാധിക്കാനിടയുണ്ടോ? ആ വിവരങ്ങൾ കൂടി. അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ തന്നെയാണ് ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം അവിടെ നടക്കുന്ന ഇപ്പോൾ നേരത്തെ ഒക്കെ കരുതിയിരുന്നത് ജാമ്യം ലഭിക്കാവുന്ന കേസ് മാത്രമാണ്. ഒരു സൈബർ ക്രൈം എന്ന അർത്ഥത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരുന്നത് എന്നതാണ്. ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അടക്കം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മജിസ്ട്രേറ്റ് ജാമ്യം നൽകുകയാണെങ്കിൽ മറ്റു കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലും ജാമ്യം ലഭിച്ചാൽ പോലും പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിലാണ് പോലീസ് അർജുനെ പൂട്ടിയിരിക്കുന്നത്. 32 കേസുകൾ കണ്ണൂരിൽ മാത്രം അർജുൻ ആയങ്കിക്കെതിരെയുണ്ട്. ഇതിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം വധശ്രമം ഉൾപ്പെടെ 12 കേസുകളുണ്ട്. അങ്ങനെ സ്ഥിരം കുറ്റവാളിയായ ഒരു ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ള ഒരു പ്രതിയെ ഈ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു, മന്ത്രിമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ സൗരജീവിതം തന്നെ പ്രയാസപ്പെടുത്തുന്ന സ്വഭാവത്തിൽ തന്നെ പിടികൂടാൻ കഴിയുമെങ്കിൽ പിടിച്ചോളൂ എന്ന രൂപത്തിൽ പോലീസിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന് തലവേദന സൃഷ്ടിച്ച അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെയാണ് സുഹൃത്തുക്കളായ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരുന്നത്. അതിനുശേഷം അർജുൻ ആയങ്കിയെ ഒരു ഘട്ടത്തിലും ജാമ്യം ലഭിക്കാതിരിക്കുന്നതിനാവശ്യമായ നടപടി പ്രത്യേക അന്വേഷണ സംഘം, ഉന്നത പോലീസ് സംഘത്തിന്റെയൊക്കെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെയാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ, കൂത്തുപറമ്പിലാണ് മജിസ്ട്രേറ്റ്, ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ കോടതി നടപടികളൊന്നും തന്നെ ഇതിന്റെ പേരിൽ തടസ്സപ്പെടാറില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്.